അന്യഭാഷയിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് വേണ്ടി ധാരാളം സംഗീതപരമായ സംഭാവനകൾ നൽകിയവരെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ മലയാളികളായ നിരവധി പേർ അന്യഭാഷകളിൽ തിളങ്ങിയ കഥയുമുണ്ട്. KV മഹാദേവൻ തെലുങ്കിലെ സംഗീത ചക്രവർത്തിയാണ്. MS വിശ്വനാഥൻ തമിഴകം കീഴടക്കിയ സംഗീത പ്രതിഭ. പുകഴേന്തി ജീവിതകാലം മുഴുവൻ KVMൻ്റെ സഹായിയായി സേവനം നൽകിയ സംഗീത പ്രതിഭ. ഇവരൊക്കെ മലയാള മണ്ണിൽ പിറന്നവരാണ്. തെലുങ്കിൽ വളരെയധികം തിരക്കിൽ ഇരിക്കുന്ന കാലത്ത് KVM അപൂർവം ചില മലയാള സിനിമകൾ സംഗീത സംവിധാനത്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് സാന്ദർഭികമായ ചില സമ്മർദ്ദങ്ങളോ സൗഹൃദങ്ങളോ കൊണ്ടാകാം. അല്ലാതെ സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കിയാൽ ഒരു മലയാള സിനിമ എടുക്കുന്ന പണം കൊടുത്താൽ പോരാ തെലുങ്കിലെ ഒരു സംഗീത സംവിധായകൻ്റെ പ്രതിഫലമായിട്ട്. എന്നിട്ടും ചില സിനിമകൾ അദ്ദേഹം മലയാളത്തിന് വേണ്ടി ചെയ്തു. അത് ചില സൗഹൃദത്തിൻ്റെ പേരിലാണ്. അതിൽ നമുക്കൊക്കെ പെട്ടെന്ന് ഓർക്കാവുന്ന ഒരു ചിത്രമാണ് കായലും കയറും. ശരറാന്തൽ തിരിതാഴ്ത്തി മുകിലിൻ കുടിലിൽ, ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള അറിയാവുന്ന ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ രചന. ഇതെങ്ങനെ സംഭവിച്ചു? KS ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ്റെ പടമാണ് കായലും കയറും. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. തമിഴിലെ ഒരു പ്രശസ്തനായ നിർമ്മാതാവ് തൻ്റെ അടുത്ത ചിത്രം MGRനെ വെച്ച് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് MGR ചലച്ചിത്ര രംഗം വിട്ട് രാഷ്ട്രീയത്തിൽ സജീവമായി രംഗം വിട്ട കാലം. അപ്പോൾ നിർമ്മാതാവ് കുഴങ്ങി. ഉടനെ എന്നാൽ ഒരു മലയാള ചിത്രം എടുത്ത് കളയാം എന്ന നിർദ്ദേശം വച്ചത് ഈ നിർമ്മാതാവിൻ്റെ സുഹൃത്തിൻ്റെ മകൻ, എൻ്റെ സുഹൃത്തു കൂടിയ NV ഹരിദാസിൻ്റെ പ്രേരണയിലാണ്. NV ഹരിദാസ് ഗായകനാണ്. അദ്ദേഹം സിനിമാ രംഗത്ത് പ്രവർത്തിക്കാനായി ആ ആഗ്രഹത്തോടെ ചെന്നൈയിൽ താമസിക്കുന്ന കാലം. നിർമ്മാതാവുമായുള്ള അടുത്ത ബന്ധത്തിൽ നിന്നാണ് ഒരു മലയാള ചിത്രം ആയാലെന്ത് എന്ന ചിന്ത ഉദിച്ചത്. അങ്ങനെയാണ് കായലും കയറും എന്ന സിനിമ ശരിയാകുന്നത്. അപ്പോൾ നിർമ്മാതാവിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം അതുവരെ നിർമ്മിച്ചതൊക്കെ തമിഴ് ചിത്രങ്ങളാണ്. അത് വിശേഷിച്ച് MGRനെ വെച്ചുള്ള ചിത്രങ്ങൾ. അതിൻ്റെയൊക്കെ സംഗീത സംവിധായകൻ KV മഹാദേവനാണ്. മലയാള ചിത്രമായാലും സംഗീതം KV മഹാദേവനാകണം എന്ന ഒരു നിർദ്ദേശം നിർമ്മാതാവിനുണ്ടായിരുന്നു. പക്ഷേ എല്ലാ നിർമ്മാണ ചുമതലയും അദ്ദേഹം NV ഹരിദാസിനെ ഏൽപ്പിച്ചു. അങ്ങനെ NV ഹരിദാസ് ചിത്രനിർമ്മാണത്തിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലായി. പൂവച്ചൽ ഖാദറിനെ കൊണ്ട് ഗാനങ്ങൾ എഴുതിച്ചു. KVMനെ സംഗീത സംവിധാനത്തിനായി കമ്പോസിങ്ങിന് വേണ്ടി അദ്ദേഹത്തിനോടൊപ്പം NV ഹരിദാസ് ഇരിക്കുകയാണ്. അപ്പോൾ മലയാളത്തിലെ ഗാനങ്ങളുടെ രീതിയോ മലയാളത്തിൻ്റെ ആസ്വാദന രീതിയോ അവർക്ക് ഇഷ്ടപ്പെടുന്ന ശൈലിയോ ഒന്നും വലിയ നിശ്ചയമില്ല KVMന്. അദ്ദേഹത്തിൻ്റെ രംഗം തെലുങ്കും തമിഴും ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി NV ഹരിദാസ് ചില ട്യൂണൊക്കെ മൂളിക്കൊടുക്കും. അദ്ദേഹം ഗായകനായതുകൊണ്ട് അദ്ദേഹത്തിന് അത് അനായാസമായി ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഈ ശരറാന്തൽ തിരിതാഴ്ത്തും എന്ന ഗാനത്തിന് KVM ഇട്ട ട്യൂൺ വളരെ ശ്രേഷ്ഠമായ ഒരു ട്യൂണാണ്. എങ്കിലും ഹരിദാസ് പറഞ്ഞു, ഇത് മലയാളത്തിന് ചേർന്നതല്ല സാർ. താങ്കളുടെ ഈ ട്യൂൺ നല്ലതാണ്, പക്ഷെ അത് മലയാളികൾ അത് സ്വീകരിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് KVM പറയൂ, അപ്പോൾ ഹരിദാസ് തന്നെ ഒരു ട്യൂൺ പറയൂ, നോക്കാം
എനിക്ക് മനസ്സിലാകുമല്ലോ. അങ്ങനെ ഹരിദാസ് ചിട്ടപ്പെടുത്തിയ ഒരു ഈണമാണ് നാം ഇന്ന് കേൾക്കുന്ന ശരറാന്തൽ തിരി താഴ്ത്തി മുകിലിൻ കുടിലിൽ എന്ന പാട്ട്. ഇത് പാടിക്കേട്ടതും KVM പറഞ്ഞത്, ഇത് അസലായിരിക്കുന്നല്ലോ, ഇത് ഗംഭീരമായി, നമുക്കിത് തന്നെ ഉപയോഗിക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ പുകഴേന്തി അതിനു വേണ്ടുന്ന ഓർക്കസ്ട്രേഷൻ തയ്യാറാക്കി. യേശുദാസ് പാടിയ പാട്ടാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ശരറാന്തൽ. ഗായകനിൽ നിന്ന് കടം കൊണ്ട ഈണമാണ് ഇത് എന്ന അപകർഷതാബോധമൊന്നും KVMനില്ല. കാരണം അത് അദ്ദേഹം ഒരു സേവനം പോലെയാണ്, അല്ലെങ്കിൽ അത് ഒരു നല്ല കാര്യം അംഗീകരിച്ചു എന്ന മനസ്സിനപ്പുറം അദ്ദേഹത്തിൻ്റെ സംഗീത പാണ്ഡിത്യവും അനുഭവ ജ്ഞാനവും ഒക്കെ വളരെ വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്ത പുകഴേന്തി ആകട്ടെ തിരുവനന്തപുരം നിവാസിയാണ്. അപ്പുക്കുട്ടൻ നായർ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. പുകഴേന്തി എന്ന പേര് KVM സമ്മാനിച്ച പേരാണ്. വളരെ അപൂർവം ചില മലയാള ചിത്രങ്ങൾ അപ്പുക്കുട്ടൻ നായർ, നമ്മുടെ പുകഴേന്തി ചെയ്തിട്ടുണ്ട്. വളരെ വിഖ്യാതങ്ങളായ ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ വന്നിട്ടുള്ളത്. അപാര സുന്ദര നീലാകാശം, അനന്തതേ നിൻ മഹാസമുദ്രം, വിത്തുകൾ. പിന്നൊരു പാട്ട്, സ്വന്തം ഹൃദയത്തിനുള്ളറയിൽ എൻ്റെ സ്വപ്നങ്ങളടക്കിയ കല്ലറയിൽ. ഇങ്ങനെ അതുപോലെ തന്നെ S. ജാനകി പാടിയ അതിമനോഹരമായ ഒരു ഗാനം, ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ ഗോരോചനക്കുറി വരച്ചു, അതിമനോഹരമായ പാട്ട്. ഇതൊക്കെ പുകഴേന്തിയുടെ സംഭാവനകളാണ്. പക്ഷേ അദ്ദേഹം തുടർന്ന് മലയാള സിനിമയെ സ്വീകരിച്ച് അതിലേക്ക് മാറുകയായിരുന്നില്ല. മറിച്ച് അദ്ദേഹം തൻ്റെ ഗുരുവിനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടത്. അവരുടെ രണ്ടുപേരുടെയും ഏറ്റവും മഹത്തായ സംഭാവനയാണ് തെന്നിന്ത്യൻ ഭാഷയിൽ മുഴുവൻ തിളങ്ങിയ ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. അതിൽ ഒരു കഥ ഞാൻ കേട്ടത്, SP ബാലസുബ്രഹ്മണ്യം പാടിയിരിക്കുന്ന ശങ്കര എന്ന് വിളിച്ചു പാടുന്ന പാട്ട് KVM ആഗ്രഹിച്ചത് ഡോക്ടർ ബാലമുരളികൃഷ്ണനെ കൊണ്ട് പാടിക്കാനാണ്. കാരണം അതിൻ്റെ സംഗീതപരമായ ചിട്ടയും നിയമവും ക്ലാസിസവും ഒക്കെ അതുപോലെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗായകൻ ഡോക്ടർ ബാലമുരളികൃഷ്ണൻ ആയിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പാടുന്നതാണ് നല്ലത്. സംവിധായകൻ നിലപാട് മാറ്റി. ഡോക്ടർ ബാലമുരളികൃഷ്ണ സംഗീതത്തിൻ്റെ അതുല്യനായ ആചാര്യനാണ്, അത് വാസ്തവം, സത്യം. പക്ഷേ ഇത് സിനിമയാണ്, ഇത് ബിസിനസ്സാണ്. അവിടെ SP ബാലസുബ്രഹ്മണ്യത്തിനുള്ള ഒരു സ്വീകാര്യത മറ്റൊരു ഗായകനും തെലുങ്കിലുണ്ടായിരുന്നില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് SPB തന്നെ ഈ പാട്ട് പാടണം എന്ന് സംവിധായകൻ ഉറച്ചു തന്നു. പക്ഷേ അത്തരമൊരു പാട്ട് SPBയെ കൊണ്ട് പാടിച്ച് റെക്കോർഡ് ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളായിരുന്നില്ല സംവിധായകൻ എന്ന് വേണം കരുതാൻ. പക്ഷേ അതിന് പകരം KVM ചെയ്തത് ഈ പാട്ട് പുകഴേന്തിയെ കൊണ്ട് പാടിച്ച് ഒരു കാസറ്റിൽ പകർത്തിയ ശേഷം അത് SPBയെ ഏൽപ്പിക്കുകയായിരുന്നു. ദിവസങ്ങളോളം അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴും അല്ലാതെ എല്ലാ സമയത്തും അത് കേട്ട് അതിൻ്റെ ആഴവും പരപ്പും തീവ്രതയും ഭാവവും ഒക്കെ സ്വാംശീകരിച്ച് പാടിയപ്പോൾ അത് അതിമനോഹരമായ ഗംഭീരമായ പാട്ടായി മാറി. അപ്പോൾ കഴിവ് ഒരു മുൻ നിശ്ചയപ്രകാരം തീരുമാനിക്കപ്പെടേണ്ടതല്ല എന്നാണ് നമ്മൾ ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. SPBക്ക് ഏത് പാട്ടും പാടാൻ കഴിയും എന്ന് തെളിയിക്കുകയായിരുന്നു ശങ്കരാഭരണത്തിലെ ഈ പാട്ടിലൂടെ.
നാം എല്ലാം അത് അനുഭവിച്ച് അറിഞ്ഞതാണല്ലോ. സിനിമയിൽ പല മേഖലകളിലും പ്രവർത്തിച്ച വലിയ കലാകാരന്മാരും ഇടത്തരം കലാകാരന്മാരും പരാജയപ്പെട്ട കലാകാരന്മാരും ഇങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചുവെങ്കിലും ഇതിലൊന്നും തൊട്ടും തൊടാതെയും കൂടുതലും അതിൻ്റെ പശ്ചാത്തല രംഗത്ത് നിന്ന് പിന്നണിയിൽ നിന്ന് സിനിമയുമായി തൊട്ടറിഞ്ഞ സിനിമയുടെ എല്ലാ മേഖലകളിലും വ്യാപരിക്കുകയും എന്നാൽ പൊതുവിൽ പുറത്താരും അറിയാതെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരുപാട് പ്രതിഭകളുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അടൂർ ബാസി സാറിൻ്റെ സഹോദരൻ ചന്ദ്രാജിയാണ്. കേരളത്തിലെ വലിയ സാഹിത്യകാരന്മാരാണ് കൃഷ്ണപിള്ള, അവരുടെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് ചന്ദ്രാജി. പക്ഷേ ചന്ദ്രാജി വളരെ ചെറുപ്പത്തിലെ നാട് വിട്ട് മഹാരാഷ്ട്ര, ബോംബെ, പഞ്ചാബ് അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചുറ്റിക്കറങ്ങി തൻ്റെ നല്ല യൗവനകാലം മുഴുവൻ അവിടെ ചെലവഴിച്ചതാണ്. ചന്ദ്രാജി അതായത് RK സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രഗത്ഭ വളരെ പ്രശസ്തമായ പഴയ പ്രൊഡക്ഷൻ കമ്പനിയിലെ സ്റ്റുഡിയോയിലെ ഒരു ജോലിക്കാരനായിരുന്നു വർഷങ്ങളോളം ചന്ദ്രാജി. വെറും സിനിമാ ജോലിക്കാരനായി അവിടെ സമയം ചെലവഴിക്കുന്നതിലുപരി അദ്ദേഹം ഇംഗ്ലീഷിലും ഹിന്ദിയിലും നല്ല പാണ്ഡിത്യം നേടുകയുണ്ടായി. ഇഷ്ടം പോലെ ധാരാളം പുസ്തകങ്ങൾ വായിച്ച് ഒരുവിധം എല്ലാ മേഖലകളെക്കുറിച്ചും ആധികാരികമായി അഭിപ്രായം പറയാനുള്ള ഒരു ചങ്കൂറ്റത്തോടെയാണ് അദ്ദേഹം ചെന്നൈയിലെത്തുന്നത്. അദ്ദേഹം വാസ്തവത്തിൽ ചെന്നൈയിലെത്തിയത് RK ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സിങ് യൂണിറ്റ്, ഈ ഫിലിമൊക്കെ പ്രോസസ്സ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്ന ഒരു കമ്പനി അടൂർ ബാസി ലീസിനെടുത്തു. അപ്പോൾ അന്ന് മലയാള ചിത്രങ്ങളും മറ്റ് ചിത്രങ്ങൾക്കൊക്കെ ഈ പ്രോസസ്സിങ്ങിന് വേണ്ടി ഒരുപാട് ഇത്തരം സ്ഥാപനങ്ങൾ ആവശ്യമുണ്ടായിരിക്കുന്ന സമയമായപ്പോൾ RK ലാബിലും സ്വാഭാവികമായി ഇഷ്ടം പോലെ വർക്ക് കിട്ടാൻ തുടങ്ങി. അതിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കാൻ ആളില്ലാതെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനെ ക്ഷണിച്ചു വരുത്തി ചന്ദ്രാജിയെ ഈ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. IV ശശിയുടെ ആദ്യ ചിത്രം ഉത്സവം പ്രോസസ്സ് ചെയ്തതും പ്രിൻ്റ് എടുത്തതും ഒക്കെ ഈ RK ലാബിലാണ്. ചന്ദ്രാജി അങ്ങനെ അതിൻ്റെ അധിപനായിരിക്കുമ്പോഴും അദ്ദേഹം സൗഹൃദം സമ്പാദിക്കുന്നതിൽ ബഹുമിടുക്കനായിരുന്നു. ഏത് തലത്തിലും അദ്ദേഹത്തിന് സൗഹൃദങ്ങളുണ്ടാവും. അവരൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ മാതൃഭൂമി പബ്ലിക്കേഷൻസിൻ്റെ ചിത്രഭൂമി എന്ന സിനിമാ വാരികയുടെ ചെന്നൈ കറസ്പോണ്ടൻ്റായി അദ്ദേഹം വളരെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് വൈകുന്നേരങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ സുഹൃത്ത് ബൈസൺ രാജൻ്റെ കടയുടെ മുന്നിൽ ഞങ്ങൾ സമ്മേളിക്കുക പതിവാണ്. മണിക്കൂറുകളോളം പഴയ രസകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക പതിവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നടന്ന ഒരു ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. തൊട്ടടുത്ത വീട്ടിലൊരു ആത്മഹത്യ നടന്നു. നേരം പുലർച്ചെയായപ്പോൾ ബഹളം കേട്ട് ചന്ദ്രാജ് ഓടിപ്പാഞ്ഞ് അവിടെ എത്തി. ജനലിൽ കൂടി നോക്കിയപ്പോൾ ശവശരീരം തൂങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്കകം പോലീസ് വന്നു. 2 പോലീസുകാർ, ഒരു ഹെഡ് കോൺസ്റ്റബിളും ഒരു കോൺസ്റ്റബിളും, രണ്ടുപേരും വന്ന് പരിസരമെല്ലാം വീക്ഷിച്ച്
കേസ് ഡയറിയിൽ വിവരം ഇൻക്വസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാക്ഷി ആയിട്ട് ചന്ദ്രരാജയെ വിളിച്ചു. ഒന്നാം സാക്ഷി, ഉങ്ക പേരെന്നാ? ചന്ദ്രാജി എഴുതി. എന്നെ വേല பார்க்குறேன், എന്താ ജോലി, പ്രൊഫഷൻ? ഫ്രീലാൻസ് ജേർണലിസ്റ്റ്. എന്നത്? ഹെഡ് കോൺസ്റ്റബിളിന് ഒരു പിടിയില്ല. ഫ്രീലാൻസ് ജേർണലിസ്റ്റ്. ഹെഡ് കോൺസ്റ്റബിൾ ദയനീയമായിട്ട് പോലീസുകാരനെ നോക്കി. എന്നാടാ சொல்கிறாரு? അപ്പോൾ പോലീസുകാരൻ വന്ന് ഹെഡ് കോൺസ്റ്റബിളിനെ സഹായിക്കാൻ ചന്ദ്രാജിയോട്, சார் உங்கள் வேலை என்ன, நீங்கள் என்ன வேலை பார்க்குறேன்? அப்போ தான் கேட்குறாரு. அதுதானே ஐயா சொன்னேன், ഫ്രീലാൻസ് ജേർണലിസ്റ്റ്. രണ്ടുപേരും കുഴഞ്ഞു. മനസ്സിലാവുന്നില്ല എന്താണ്. കോൺസ്റ്റബിളിന് പുതിയ ഐഡിയ തോന്നി. പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, സാർ നിങ്ങൾ കേരളാവാ? ആമാ. അപ്പടിയാ സാർ, ഇവർ കമ്മ്യൂണിസ്റ്റ്. കേരള എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി കമ്മ്യൂണിസ്റ്റാണെന്ന് ഹെഡ് കോൺസ്റ്റബിൾ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനൊരു വലിയ സംഭവം, രസകരമായ സംഭവം. ഇത് ചന്ദ്രരാജ് പറഞ്ഞ അവിടെ മൊത്തം ചിരിയായി. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ രസകരമായ ഒരുപാട് കഥകളുണ്ട്. ഒരു ദിവസം ഞാൻ രാവിലെ ഷേവ് ചെയ്തിരിക്കുന്ന തിരക്കിൽ ചന്ദ്രരാജ് ഓടി വന്നു, ബാബു ഇന്ന് 10 മണിക്ക് ഇന്ത്യ ടുഡേയുടെ ഓഫീസിലെത്തണം. അപ്പോൾ ഇന്ത്യ ടുഡേയുടെ മലയാളം പ്രസിദ്ധീകരണം ചെന്നൈയിൽ നിന്ന് ആരംഭിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലം. അപ്പോൾ അതിലെ എഡിറ്റോറിയൽ ഡെസ്കിൽ എന്നെ കൂടെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അത് തീരുമാനമായ വിവരം എന്നെ വന്നറിയിച്ചത് ശ്രീമാൻ ചന്ദ്രരാജയാണ്. അത്യുത്സാഹത്തോടെ സന്തോഷത്തോടെ ഞാൻ 10 മണിക്ക് ഇന്ത്യ ടുഡേയിൽ എത്തുകയും, അപ്പോൾ അന്ന് എഡിറ്ററായി മിസ്റ്റർ PS ജോസഫ്, പിന്നെ PK ശ്രീനിവാസൻ, അവരോടൊപ്പം ഞാനും ഇന്ത്യ ടുഡേയിലെ ഒരംഗമായി. ആരംഭത്തിൽ ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ. സുചിത്ര, പിന്നൊരു വേണുഗോപാൽ, ഇങ്ങനെ 5 പേരിലാണ് ആദ്യത്തെ ഇഷ്യൂ. പിന്നെ പുറകെ ധാരാളം പത്രപ്രവർത്തകർ, പിന്നീട് വളരെ പ്രശസ്തരായ സുന്ദർദാസ്, മാങ്ങാട് രത്നാകരൻ, ഹരീഷ് കടയപ്പുറത്ത്, പിന്നെ മാതൃഭൂമി വാരികയിൽ അടുത്ത കാലം വരെ എഡിറ്ററായിരുന്ന കമൽറാം സജീവ്, ഹരശങ്കരൻ, ഇങ്ങനെ ധാരാളം പത്രപ്രവർത്തകർ വന്ന് അത് ഒരു വലിയ സ്ഥാപനമായി കേരളത്തിലെ സാംസ്കാരിക പത്രപ്രവർത്തന മേഖലയിലെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിട്ട് ഇന്ത്യ ടുഡേ വളർന്നു നിന്നിരുന്ന ഒരു കാലം. അന്ന് വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന്, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ ദാസേട്ടൻ യേശുദാസ് തൻ്റെ പാട്ടുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് റോയൽറ്റി വേണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു ക്യാമ്പയിൻ. അപ്പോൾ ഇത് എന്നെ ആദ്യം അറിയിച്ചത് ഉണ്ണിമേനോനാണ്. ഉണ്ണിമേനോൻ്റെ ഒരു പ്രോഗ്രാം ചെന്നൈയിൽ, ഓർമ്മകൾ ഓമനിക്കാൻ ഓർമ്മകൾ, അങ്ങനെ എന്തോ ടൈറ്റിൽ, മലയാള ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വലിയ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം ദാസേട്ടൻ്റെ ഓഫീസിൽ നിന്നൊരു അറിയിപ്പ് വന്നു. ഈ അവതരിപ്പിക്കപ്പെടുന്ന ഗാനങ്ങളിൽ യേശുദാസിൻ്റെ പാട്ടുകൾ എത്രയുണ്ടോ ആ പാട്ടുകൾക്ക് ഇത്ര ശതമാനം വെച്ച് അതിൻ്റെ റോയൽറ്റി ഓഫീസിൽ അടച്ച് റെസിപ്റ്റ് വാങ്ങിച്ചിരിക്കണം. ഇതായിരുന്നു നിർദ്ദേശം. ഉണ്ണിമേനോൻ്റെ മാനേജർ മിസ്റ്റർ ശ്രീകുമാർ ഈ തലേ ദിവസം പെട്ടെന്ന് ഉണ്ണിമേനോനെ ഈ വിവരം അറിയിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അദ്ദേഹം അത് മറച്ചു വെച്ചു. അടുത്ത ദിവസം പ്രോഗ്രാം ഗംഭീരമായി നടന്നു, സമാപിച്ചു. അത് കഴിഞ്ഞാണ് മാനേജർ ശ്രീകുമാർ ഉണ്ണിയെ ഈ അറിയിപ്പ് കാണിച്ചത്. ഉണ്ണിമേനോൻ
പെട്ടെന്ന് എന്നെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതുവഴി വരണം. ഞാൻ ഇന്ത്യ ടുഡേയിൽ പോകുന്ന വഴി ഉണ്ണിമേൻ്റെ വീട്ടിൽ പോയി ഈ ഫാക്സ് സന്ദേശം കണ്ടു. അപ്പോൾ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ യേശുദാസിൻ്റെ പാട്ടുകൾ അവതരിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് അതിൻ്റെ പെർസെൻറ്റേജ്, അതിൻ്റെ റോയൽറ്റി അടച്ചിരിക്കണം. ഇതൊരു വിചിത്രമായ അവകാശവാദമായി എനിക്ക് തോന്നി, കേട്ടവർക്കൊക്കെ തോന്നി. ഒന്ന്, യേശുദാസിൻ്റെ ഗാനം നമുക്കൊക്കെ ഇഷ്ടമാണ്, നല്ല ഗാനങ്ങളാണ്, ഓക്കെ. അദ്ദേഹം ഒരു ചിത്രത്തിന് വേണ്ടി ഒരു ഗാനം ആലപിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം വാങ്ങുന്നുണ്ട്, ഉറപ്പ്. പിന്നെ അദ്ദേഹം ആലപിക്കുന്ന ഗാനത്തിൻ്റെ പിന്നിൽ പലരുടെയും പ്രയത്നമുണ്ട്. ഒന്ന്, ആ ഗാനരചയിതാവ്. രണ്ട്, സംഗീത സംവിധായകൻ, ഗായകൻ, നല്ലൊരു സൗണ്ട് എഞ്ചിനീയറുടെ സഹായത്തോടെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ എത്രയോ അധികം വാദ്യ കലാകാരന്മാർ ആ പാട്ടിന് വേണ്ടി വായിക്കുന്നു. ഇവരൊക്കെ പ്രതിഫലം വാങ്ങുന്നുണ്ട്. അപ്പോൾ പ്രതിഫലം വാങ്ങുമ്പോൾ ഈ പ്രതിഫലം കൊടുക്കുന്നയാളാരാണ്? പ്രൊഡ്യൂസർ, നിർമ്മാതാവ്. ഇത്രയധികം ആളുകൾക്ക് പ്രതിഫലം കൊടുത്ത് നിർമ്മിച്ച ഒരു പ്രോഡക്റ്റ്, അതാണ് ഒരു ഗാനം അദ്ദേഹത്തെ സംബന്ധിച്ച്. അത് വസ്തുതയായിരിക്കെ ഈ ഗാനത്തിൻ്റെ അവകാശി യേശുദാസ് മാത്രമാകുന്നത് എങ്ങനെ? ഇതായിരുന്നു കേൾവിക്കാരുടെ സംശയം. ഇത് വിശദീകരിച്ചുകൊണ്ടും ഈ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഉണ്ണിമേനോൻ ഒരു അഭിമുഖം നൽകുന്നതായി ഞാൻ ഇന്ത്യ ടുഡേയിൽ ആദ്യമായി ഇത് പ്രസിദ്ധീകരിച്ചു. അത് കാട്ടുതീ പോലെ പടർന്ന് യേശുദാസ് റോയൽറ്റി വിവാദം കേരളത്തിലെല്ലാ മൂക്കിലും മൂലയിലും വലിയ ചർച്ചാ വിഷയമായി. ഒടുവിൽ വളരെയധികം മാനക്കേടുകൾ നേടി എന്ന് തന്നെ ഞാൻ പറയും. നിരുപാധികം ദാസേട്ടനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഒരു പൊതു പ്രസ്താവന നടത്തി ആ വിവാദത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതെൻ്റെ ഇന്ത്യ ടുഡേ അനുഭവത്തിൽ എനിക്ക് നേരിട്ട, ഞാൻ മുഖാന്തരം ഉണ്ടായൊരു സംഭവമാണ്. ഇന്ത്യ ടുഡേയിലെ പത്രപ്രവർത്തന ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ പതിവായിട്ട് ഞാൻ വെളുപ്പിന് വീട്ടിൽ നിന്ന് പുറത്ത് പോയി പാൽ വാങ്ങാറുണ്ട്. അവിടെ കോമൺ ബൂത്ത്, മിൽക്ക് ബൂത്ത് ഉണ്ട്, അവിടെ നിന്നാണ് പാൽ വാങ്ങുന്നത്. വെളിച്ചമാകുന്നതിന് മുമ്പ് പോയാലേ കിട്ടൂ. അന്ന് പാൽ വാങ്ങാൻ പുറത്ത് വരുമ്പോൾ ഒരു വല്ലാത്ത മൂകതയാണ്. ആരുമില്ല, റോഡിലൊന്നും പരിസരത്തും ആരുമില്ല. എന്തോ ഒരു നിഗൂഢമായ ഒരു മൂകത എനിക്ക് ഫീൽ ചെയ്തു. പാൽ ബൂത്തിൻ്റെ മുമ്പിൽ ആളില്ല, ലൈറ്റില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയാതെ തിരികെ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള കടയുടെ മുന്നിൽ കടയുടെ ഓണർ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാച്ച്? തെരിയില്ല, അറിഞ്ഞൂടെ?